നമസ്കാരം. കേരള ജനക്കൂട്ടം വിക്കിടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രാവൽ പുണ്ട എന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഏറ്റെടുത്തതായിട്ടാണ് എനിക്ക് കമന്റ് ബോക്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം സ്വദേശകാര്യ വിദേശകാര്യ സംസാരങ്ങൾ ചർച്ചകൾ ഇനിയും ഒരു യാത്രയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വാടാ വന്ന് കേരള എന്തോ ചെയ്യാന് ചായ കുടിക്കാൻ ഒരു കട നിർത്തിയതാ. നമ്മുടെ നാട്ടിലുള്ള ആളാ. അധികം സംസാരങ്ങളൊന്നുമില്ല. പുള്ളി മുഖം കാണിക്കാൻ താല്പര്യമില്ല. ഞാനിങ്ങോട്ട് നമ്മളെ പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. നീ ഇതേപോലുള്ള നല്ല നല്ല പരിപാടികൾ ചെയ്യാൻ സാധിക്കട്ടെ. ഈ വണ്ടി അന്ന് പിടിച്ചാ നിൽക്കും. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ സ്കോഡോ സ്കോഡയുടെ കാറ് കേറി. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് സ്കോഡയുടെ കാറ് ഇതുവഴി പോയി എന്നെ ഇടിക്കേണ്ടായിരുന്നു. എന്തായിരുന്നു നമുക്ക് വീട് വേറെ കോള് ഇന്നലത്തെ പച്ചക്കുതിരയുടെ ഞാൻ പറഞ്ഞില്ലേ വന്നിരുന്ന് കഴിഞ്ഞാൽ വരുമെന്ന്. സ്കോഡയുടെ കാറെന്നൊക്കെ നീ എടുത്ത് പറയണ്ടായോ? സംസാരിക്കല്ലേ എന്റെ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പച്ചക്കുതിരയുടെ അണ്ടി. ഈ പച്ചക്കുതിര വന്നാ പണം വരുത്തില്ല ആശിമേ. അത് ചുമ്മാതെ ആശിമേ. കറുത്ത കുതിരയാ വന്നേ, കറുത്തിരിക്കുന്നേ. വന്നട കിട്ടി. ഇപ്പൊ സാധനം ആളോടെ ഇപ്പൊ ഉണ്ട്. നീ അങ്ങോട്ട് വിട്. എന്ത് പരിപാടി? എന്തുവാ ഹോട്ട്സ്പോട്ടോ വണ്ടി ഏതാണ്ട് പറയുന്നിടത്ത് കൂടെ? എടാ 25,000 രൂപയ്ക്ക് പൾസർ എന്തുവാ V4 അങ്ങനത്തെ ഒരു വണ്ടി. പൾസർ V4 ഒരു വണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് കറക്റ്റ് ചെയ്ത് വെച്ചേക്കും ആളെ. 25,000 രൂപയ്ക്ക് പൾസർ ആളാ. എന്ത് V4 V5 ഏതോ ഒരു വണ്ടി പൾസറിന്റെ എല്ലാം കിടന്നു പോകുന്നൊക്കെ ഒരു വണ്ടി ഉണ്ടല്ലോ. പൾസറിന്റെ കിടന്നു പോകുന്ന വണ്ടി. ആ സാമാനം ഞാനൊരു പയ്യന്റെ കയ്യിൽ നിന്ന് പറഞ്ഞ് റെഡിയാക്കി വെച്ചേപ്പോണ്ട്. അവൻ ഈ സാമ്പത്തികമായിട്ട് എന്തോ പ്രശ്നമോ കാര്യങ്ങളോ അതാണ്ടൊക്കെ ഉണ്ട്. V4 എന്ന് പറയുന്ന ഏത് വണ്ടിയാ? ഇടയിലെ കിടന്നൊക്കെ പോകുന്നൊരു വണ്ടിയാ. R15 V4 അങ്ങനത്തെ ഏതോ വണ്ടി. R15 പുത്തൻ വണ്ടി, പുതിയ വണ്ടി. പുത്തൻ വണ്ടി 75,000 രൂപയ്ക്ക്. അതു എന്നാ ഞാൻ പറഞ്ഞില്ലേ കറുത്ത കുതിര വരും കൊണ്ടുവരുമെന്ന്. 25,000 നീ ഇപ്പൊ കാശ് കൊടുത്ത് എടുക്കാൻ പോകണോ? അപ്പൊ നീ എടുക്കുന്നു, ഞാനിന്ന് എടുക്കുന്നു, നീ എടുക്കും. എടാ 25,000 രൂപയ്ക്ക് നിനക്കൊരു വണ്ടി എടുത്ത് തരുമില്ലയോ? പുത്തൻ വണ്ടി. എനിക്കിപ്പോ ബൈക്ക് വേണ്ട. ഓണോ? എടാ 25,000 രൂപയ്ക്ക് പുതിയ വണ്ടി, പുത്തൻ വണ്ടി. വേണേ നീ വർക്ക്ഷോപ്പിലോട്ട് വിടും, ഞാൻ കാണിക്കാം. ഏത് വർക്ക്ഷോപ്പില്? നമ്മുടെ പാറയിലുള്ള വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അങ്ങോട്ട് വിടും. അവിടെ എടുത്ത് വെച്ചപ്പോ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പ്രിൻസ്? കോക്ക് പറഞ്ഞു പടം കൊള്ളത്തില്ലെന്ന്. എടാ കിടിലം പടം. ഞാൻ പറഞ്ഞില്ലേ രാവിലെ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് കാണാം, ഇല്ലെങ്കിൽ ആൾക്കാർ തള്ളക്കി വിളിക്കും. സീറ്റ് ബെൽറ്റ് ഇട്ടായിരുന്നോ? ഭാഗ്യം. റൂൾസ് ഈസ് റൂൾസ്. അത് ഇന്നലെ കണ്ടായിരുന്ന ആൾക്കാർ. അശ്വന്ത് കോക്ക് വെയിലായിട്ട് കാണത്തില്ല. അശ്വന്ത് കോക്ക് ഫാമിലി എന്ന് പറയുമ്പോൾ ആശാൻ സിദ്ദിഖ് ആണ് ചെയ്തിരിക്കുന്നത്. അമ്മ ബിന്ദു പണിക്കർ. അനിയൻകുട്ടന്മാരുണ്ട്. ഒന്ന് ധ്യാൻ ശ്രീനിവാസനാണ്. ജോസ് കുട്ടി ജേക്കബ്. ഇന്നലെ ഞാൻ പടക്കളത്തിൽ പറഞ്ഞ് മാറിപ്പോയില്ലേ, മാർക്കോയിൽ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്ത ആളുമായിട്ട് അദ്ദേഹമാണ് ഇദ്ദേഹം. എന്നാൽ എൻ്റെ അളിയിലെ ബ്ലാൻഡിന് അളിയൻ. ഇത് ഷാരിസ് മുഹമ്മദ് എഴുതിയൊരു സിനിമയാണല്ലോ. അപ്പോഴേ ഒരു മിനിമം നിലവാരം പ്രതീക്ഷിക്കൂലേ. സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ടിപ്പിക്കൽ ദിലീപേട്ടൻ ചിത്രം. പരസ്യം വന്നേക്കുന്നു. നല്ല പടം. അശ്വന്ത് കാണേണ്ട പടം. അശ്വന്ത് കോക്ക് പോയി കേറ്റി. എന്റെ അശ്വന്ത് കോക്കിനെ പറഞ്ഞാണ്ടല്ല പൊടിമനെ. എടാ കിടിലം പടവടാ. എടാ എന്നാ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യടാ. ഈച്ചം പടവടാ. അശ്വന്ത് കോക്ക് അങ്ങനെ പടങ്ങളെ പുള്ളി വിശദീകരിച്ച് നോക്കിയതിന് ശേഷമായിരിക്കുമല്ലോ ഒരു അഭിപ്രായം പറയുന്നത്. അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്കടാ. എടാ കണ്ണുണ്ട് എന്തിന് 10A+? കണ്ണുണ്ട്. എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ വണ്ടി വിളിച്ച് അവരെ ഒന്ന് വിളിച്ച വണ്ടി ഒന്നുകൂടെ ഒതുക്കട്ടെ, ഇല്ലെങ്കിൽ ഇവന്മാരൊന്ന് MBD എന്നൊരു കമന്റ് ഇടും മുമ്പാനെ കൊണ്ട്. 3 ടിക്കറ്റ്. ആ പയ്യൻ എന്നെ വിളിച്ചായിരുന്നു ഇതിന് മുന്നേ. കണ്ണൻ തന്നെ നമ്മളെ നാട്ടിലുള്ള പയ്യനാണ്. അവന് 10A+ കിട്ടി.
ഹലോ കണ്ണൻ ടെണ്ണാണോ? കണ്ണൻ കണ്ണനാണോ? കണ്ണൻ ടെണ്ണ്. കണ്ണൻ അല്ല അമ്മയാ. കണ്ണൻ ടെന്നിന്റെ അമ്മയാണോ? കണ്ണൻ ടെന്നിന്റെ അമ്മയെ ഞാൻ വിക്കിയ, അവന് 10 A+ കിട്ടുന്ന ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയായിരുന്നു. ഞാൻ ചോദിച്ചേടാ, പറഞ്ഞായിരുന്നു, മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞു. ആണോ? ആളുണ്ടോ അവിടെ? ആളിപ്പോ ഇല്ല, അവന്റെ ചേട്ടന്റെ കൂടെ പോയാ പോവാ. കുഴപ്പമില്ല അമ്മ, അവൻ വരുമ്പം കൺഗ്രാറ്റുലേഷൻസ് പറയാ. എന്തായാലും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ കേട്ടോ. ഓ ശരിയാ. ശരി. അങ്ങനെ നമ്മള് കണ്ണൻ ടെന്നിന്റെ അമ്മയെ വിളിച്ചു. പാവം. നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ഇങ്ങനെ? എന്താടാ? ഒരുപാട് ഉയരങ്ങളിലെത്തിട്ട് എന്റെ ഭാവി വാഗ്ദാനങ്ങൾ എന്റെ പയ്യന്മാര്. അപ്പം 25,000 രൂപയ്ക്ക് വണ്ടി. 25,000 രൂപ ഇതെല്ലാവർക്കും കിട്ടുന്ന പരിപാടിയാണ്. എല്ലാവർക്കും അങ്ങനെ നമ്മുടെ കൈക്ക് കയറി വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇടക്കാലങ്ങളിൽ ഇങ്ങനെ വരാറുണ്ട് ഓരോരോ ബൈക്കുകൾ. ഓരോരുത്തർ കൊണ്ട് ഈ പണയം സ്കീം അങ്ങനെ വെക്കുമല്ലോ, കൊണ്ട് തിരിക്കുകയും മറിക്കുകയൊക്കെ. നമുക്ക് ഇന്നത്തെ കോണ്ടന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമയെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ പറയാം. പ്രിൻസ് സിനിമയെ പറ്റി ഒരുപാട് മോശം അഭിപ്രായവും നല്ല അഭിപ്രായവും. ഒന്നും തോന്നല്ലേ പയ്യനെ ഇടക്കിടക്ക് വയലന്റ് ആവത്തുള്ളൂ, അങ്ങനെ സംസാരിക്കത്തില്ല. അപ്പൊ ദിലീപിന്റെ കിടിലം പടം അത്. അടിപൊളി പടം, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ദിലീപിനെ എന്നുവെച്ചാ ദിലീപിന്റെ ആ ഒരു പഴയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നില്ല ഇതിന് മുന്നേ, ആ പടത്തിന്റെ പ്രൊമോഷനായിട്ടൊക്കെ വന്നിട്ട്. അപ്പൊ കോക്ക് പറഞ്ഞു, കോക്ക് കാളപ്പെണ്ണ എടുത്ത് ദിലീപിന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ നമ്മള് നേരെ വർക്ക്ഷോപ്പിൽ പോന്നു, വണ്ടി കാണുന്നു, ശേഷം അംശമുണ്ട്, വണ്ടി കാണിക്കാം, അങ്ങോട്ട് വിടും. ആണ്ട് ഇവിടുന്ന് വലത്തോട്ട് വിടും, ഇവിടുന്ന് വലത്തോട്ട് ഇടത്തോട്ടോ? അല്ല നേരെ പോട്ടെ, നേരെ ഉള്ള വഴിയും പോട്ടെ, കുഴപ്പമില്ല. നമ്മളെ ഈ ട്രാവൽ പുണ്ട എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇതൊക്കെ ഉള്ളൂ. നമ്മള് കാറാവുമ്പോഴത്തേക്ക് നമുക്ക് യാത്ര ചെയ്യണം, യാത്ര ചെയ്യണമല്ലോ. അപ്പൊ യാത്ര ചെയ്യുന്ന കൂട്ടത്തില് നമ്മള് ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇന്നലത്തെ പച്ച ഷർട്ടിന്റെ സംസാര രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള കാര്യങ്ങൾ അവൻ എന്നെ എടുത്തോണ്ട് പോയെന്നാ കേട്ടെ. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങള് ഇനിയും നമ്മൾ ചർച്ച ചെയ്യും. സോ ഈ സിനിമ കണ്ടിട്ട് വണ്ടി ഒന്ന് കാണിക്കല്ലേ. വണ്ടി ഏത് എല്ലാ വർഷപ്പാണോ? എടാ കീ അങ്ങോട്ട് വിട്ടേ, അവിടുത്തെ ഈ 10-35 രൂപ കൊണ്ട് പറ്റിയുള്ളൂ, ചെറിയ പറ്റിയുള്ളൂ. 30-35,000 രൂപ. എടാ എന്തോ അങ്ങോട്ട് ഓടിയപ്പോ എന്തോ നമ്പറില്ലാതെ അങ്ങോട്ട് ഓടിയെന്നോ അങ്ങനെയൊക്കെ എന്തോ ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കള്ള വണ്ടിയാടാ? അല്ലടോ, എടാ ഒറിജിനൽ കേരള വണ്ടി. ഒരു അസ്ഥി കൂടെ എടുത്ത് വെച്ചിട്ടാണ് തന്ത്രക്കഥ മോനെ എന്റെ തലയ്ക്ക് വെച്ചിരിക്കുന്നേ. ഒന്നല്ല എടാ, അതിന്റെ പെട്ടിയൊക്കെ ഞാൻ വെച്ചുതരാം, നീ അടങ്ങി. പെട്ടിയോ? എടാ പെട്ടിയുടെ കാര്യമല്ലേ ഉള്ളോ, സെറ്റ് ചെയ്യാം നമുക്ക്. ഫ്രണ്ടിലെ കിറ്റും പുറകിലത്തെ ഇരിക്കുന്നൊക്കെ സെറ്റ് ചെയ്യാം. ഉണ്ടല്ലോ അവിടെ. എടാ ചെറുക്കൻ എന്തോ പണിയാൻ വേണ്ടിട്ടൊക്കെ എന്തോ കാണിച്ചു കൂട്ടിയതല്ല, വേറൊന്നും അല്ല. ഇളക്കി മാറ്റി വെച്ചേക്കോ, അതെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചാ പോരായോ? 25,000 രൂപയ്ക്ക് ബൈക്ക് കിട്ടും. എടാ കിട്ടും, B4 തന്നെയാണോ അത്? നീ കണ്ടല്ലേ അത്? എടാ അതിപ്പോ സെറ്റ് ചെയ്ത് തരും, ഞാൻ ഇപ്പൊ വിളിച്ച് പറയാം സെറ്റ് ചെയ്യാൻ. നമുക്ക് സിനിമ കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറയാം. വണ്ടി എടുക്കാനോ? 25,000 രൂപയ്ക്ക് ലാഭമാ. 25,000 രൂപയ്ക്ക് B4 ലാഭമാണോ? പിന്നെ ആണോ? എടാ പിന്നെ B4 ലാഭമല്ലയോ? നമ്മളെ പ്രിൻസ് സിനിമയുടെ റിവ്യൂ നമ്മൾ കണ്ടതിന് ശേഷം ട്രാവൽ പുണ്ട ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇനി അറിയിക്കണം. നമ്മളെ ഈ ഒരു ട്രാവൽ പുണ്ട ഇവിടെ വെച്ച് നിൽക്കാൻ പോകുന്നില്ല, യാത്ര ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഞാൻ പോവാ.